നമുക്ക് ആരാധന തോന്നുന്ന ദേവീ ദേവന്മാരുടെയൊക്കെ ഫോട്ടോകൾ അല്ലെങ്കിൽ ബിംബങ്ങൾ ഒക്കെ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുന്നതും അവ ആദരപൂർവ്വം പരിപാലിക്കുന്നതുമെല്ലാം നമ്മളുടെ ഒരു ശീലമാണ്. എന്നാൽ കുറേ കാലം പരിപാലിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഉപാധികൾക്ക്, ഈ ഫോട്ടോകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ട് പഴക്കം ചെന്ന് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവ മാറ്റി പുതിയത് വാങ്ങണമെന്നോ അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കണമെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഉപാധികൾ കളയണമെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോകൾ അല്ലെങ്കിൽ ഈ ഉപാധികൾ, ഈ ബിംബങ്ങൾ എവിടെ കൊണ്ടുപോയി കളയും? പലർക്കുമുള്ള ഒരു സംശയമാണ്, പലരും ചോദിക്കാറുള്ള ഒരു കാര്യവും കൂടിയാണ് ഈ ഫോട്ടോകളെല്ലാം ഞാൻ എവിടെ കൊണ്ട് കളയും എന്നത്. ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുമ്പോൾ പല ആളുകളും ചെയ്യുന്നത് ഈ ഫോട്ടോകളും അല്ലെങ്കിൽ ഈ ബിംബങ്ങളെല്ലാം ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ ആൽമര ചോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടുകളിൽ കൊണ്ടുപോയി ഇടാറാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് കാണാൻ പറ്റും, പല ക്ഷേത്രങ്ങളിലും ചെന്ന് കഴിയുമ്പോൾ ഇത്തരം ഉപേക്ഷിക്കപ്പെട്ട ധാരാളം ഫോട്ടോകളോ പ്രതിമകളോ ഒക്കെ പല ക്ഷേത്രത്തിൻ്റെയും ആൽമരത്തിൻ്റെ ചുവടുകളിലൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്നത് അത് നിങ്ങൾക്കും ആ ക്ഷേത്രത്തിനും ഒരുപോലെ ദുരിതമുണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തി ആരാധിക്കുന്ന ആ ബിംബം അല്ലെങ്കിൽ ഫോട്ടോ എന്താണെങ്കിലും ആ ഉപാധിയിൽ ഒരു ചൈതന്യമുണ്ടാകും. അർച്ചഹസ്യ പ്രഭാവേന ശിലാഭവതി ശങ്കര എന്നാണ് പറയുക. അർച്ചനകൾ കൊണ്ടാണ് ഒരു ശില ശിവനായിട്ട് മാറുന്നത്. അതുപോലെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന അർച്ചനകളും നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന ആരാധനയുമെല്ലാം ആ ഉപാധിക്ക്, ആ ഫോട്ടോയ്ക്ക്, ആ ബിംബത്തിന് ഒരു ചൈതന്യത്തെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ചൈതന്യം ആരും നോക്കാതെ എവിടെയെങ്കിലും കൊണ്ടിട്ട് ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ആ ഉപേക്ഷിക്കപ്പെടുന്ന സ്ഥലത്തിനും, അത് ക്ഷേത്രമായാലും ആ സ്ഥലത്തിനും ഉപേക്ഷിക്കുന്ന ആളുകൾക്കും ഒരുപോലെ തന്നെ ദുരിതം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടൊരിക്കലും നിങ്ങളിങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരു ഫോട്ടോയോ ഉപാധിയോ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള ചൈതന്യത്തെ യഥാവിധി അതിൽ നിന്നും വേർപെടുത്തണം. ചൈതന്യമുണ്ടോ എന്നുള്ളത് ആദ്യം നോക്കിയതിന് ശേഷം ചൈതന്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരാധിക്കുന്ന ആ ഉപാധിയിൽ നിന്നുള്ള ചൈതന്യ ബന്ധത്തെ വേർപെടുത്തി ഈ പ്രകൃതിയിലേക്ക് ലയിപ്പിക്കണം. അതിനുശേഷം മാത്രമാണ് ആ ഫോട്ടോ അല്ലെങ്കിൽ ബിംബം നശിപ്പിക്കാൻ പാടുള്ളൂ. നശിപ്പിക്കുക അല്ല ചെയ്യേണ്ടത്. ആ ഫോട്ടോ അല്ലെങ്കിൽ ബിംബം ഒഴുക്ക് വെള്ളത്തിൽ സമർപ്പിക്കുക. ഫോട്ടോകളാണെങ്കിൽ അതിൻ്റെ ചില്ല്, അതിൻ്റെ ഫ്രെയിമൊക്കെ വേർപെടുത്തിയതിന് ശേഷം അത് ഒഴുക്ക് വെള്ളത്തിൽ സമർപ്പിക്കുക. ബിംബമാണെങ്കിലും അത് അങ്ങനെ ഒഴുക്കുള്ള വെള്ളത്തിൽ, നദിയിലോ അല്ലെങ്കിൽ കായലിലോ അങ്ങനെയുള്ള ഒഴുകുന്ന ജലത്തിൽ അത് സമർപ്പിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അങ്ങനെ സമർപ്പിക്കരുത്. അങ്ങനെ ചെയ്യുന്നത് ഒരുപോലെ ക്ഷേത്രത്തിനും നിങ്ങൾക്ക് ഒരുപോലെ ദുരിതം തരുന്നതാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ പഴയ ഫോട്ടോകളുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാമുള്ളൂ. ആ ഫോട്ടോയെ നോക്കിയിട്ട് അതിനകത്തുള്ള എന്തെങ്കിലും ചൈതന്യ ബന്ധമുണ്ടെങ്കിൽ ആ ചൈതന്യ ബന്ധത്തെ അതിൽ നിന്ന് വേർപെടുത്തും.